സത്യങ്ങൾ തുറന്നു പറയാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ല അഭിനയം കാഴ്ചവെച്ച് നമുക്ക് വലിയ കുഴപ്പമൊക്കെ ഇല്ലാതെ ജീവിച്ചു പോവാം. സത്യം മാത്രം പറഞ്ഞാലോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോ ഏവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ സുരേഷ്. ഇന്ന് നമുക്ക് മകൻ നക്ഷത്രത്തിന്റെ 2024 വ്യാഴമാറ്റ ഫലത്തിന്റെ ഗുണമോ ദോഷമോ എന്ന് നോക്കാം. അല്ലെ, ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ലേശം മനസ്സിന് സ്വസ്ഥത കുറവുകളും അതുപോലെ തന്നെ അനാരോഗ്യം, യാത്രാക്ലേശം, ഉറക്കക്കുറവ്, വാക്കുതർക്കം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ദഹനക്കേട്, അരുചി, വയറു സംബന്ധമായിട്ടുള്ള എന്താ പറയാ പ്രശ്നങ്ങൾ, അതായത് വയറിനൊരു കനം തോന്നിക്കുക, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത എന്നൊക്കെ പറയില്ല, എന്താ നമ്മൾ പറയാ, വയറിനൊരു കമ്പനാവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള, വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുമാനമൊക്കെ വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളൊക്കെ സ്വല്പം വീക്കാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വളരെയധികം ശ്രദ്ധിക്കണം. അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യാനും മറക്കരുത്. ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അതൊന്നും സാധിച്ചില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നവരാവും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ മൈൻഡിനെ എപ്പോഴും നമ്മൾ പവർ കൊടുത്ത് കൺട്രോൾ ചെയ്ത് ഹാപ്പി ആയിട്ട് മനസ്സ് വെക്കാൻ നമ്മൾ ശ്രമിക്കുക. പൊതുവിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വായിൽ നിന്നൊക്കെ കുറ്റങ്ങളും വിഷമം, മാനസികമായിട്ടുള്ള ഒരു തേജോവധം എന്നൊക്കെ പറയില്ലേ, നമ്മളെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സന്താനങ്ങൾക്കൊക്കെ വിജയം, ഉന്നതിയൊക്കെ ഉണ്ടാവും. എന്നിരിക്കലും നമുക്കൊരിക്കലും ഒരു മാനസികപരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവില്ല. നമ്മളെ ആരും മനസ്സിലാക്കിയില്ല, അല്ലെ നമ്മുടെ ലൈഫ് ഇത്രയും നാളായിട്ട് സക്സസ് ആയില്ല, എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല, അല്ലെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ലൈഫിൽ എപ്പോഴും നമുക്ക് കയറി വരും. ഒറ്റപ്പെട്ടു പോയ ഒരു പ്രതീതി ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഇതൊക്കെയാണെങ്കിലും സമാധാനപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ അനുകൂലമായ ഗ്രഹാന്തരീക്ഷം ഒക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് ഉന്നമനമൊക്കെ ഉണ്ടാവും. തൊഴിലില് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. തൊഴിൽ ഉന്നതി, മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ, സന്തോഷം, പിന്നെ പൊതുവില് അഭിവൃദ്ധി, നേട്ടം, പുതിയ ഭൂസ്വത്ത് വാങ്ങാനുള്ള സമാഹരണത്തിനുള്ള യോഗം, അതുപോലെ തന്നെ വസ്തുലാഭം, ഗ്രഹലാഭം ഒക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഒക്കെ വിജയമുണ്ട്. തൊഴിലിൽ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ പൊതുവിൽ നല്ല നല്ല കുറേ ഗുണങ്ങളുണ്ടെങ്കിലും രോഗാവസ്ഥകളൊക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഓറ എപ്പോഴും ക്ലീൻ ആക്കുക, നമ്മുടെ ചക്രാസ് എപ്പോഴും ബാലൻസ് ചെയ്യുക. ചക്രാസിന്റെ ചെക്കിങ് എപ്പോഴും, ഓറ ചെക്കിങ്, ചക്രാസ് ചെക്കിങ്, അതിന്റെ എനർജി ഫീൽഡ് ഏതാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം മനസ്സിന് സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ കൂടുതൽ അലട്ടുമ്പോഴാണ് നമ്മൾ രോഗിയാവുക, അല്ലേ? കാരണം ആരോഗ്യമുള്ള ഒരു മനസ്സിൽ ഒരിക്കലും നമ്മളെ രോഗം ശരീരത്തെ ബാധിക്കില്ല. അപ്പം മനസ്സിൽ എപ്പോഴും ടെൻഷനും ആദിയും വിഷമവും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരോട് പറയാതെ അടക്കി പിടിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ രോഗിയായി മാറുക. കാരണം ഈ മനസ്സിൽ ഒതുക്കി വെക്കുന്ന വിഷാദവും സമ്മർദ്ദവും ദേഷ്യവും പകയും എല്ലാം കൂടി നമ്മളെ അങ്ങോട്ട് വല്ലാണ്ടാക്കുന്ന അവസ്ഥയാകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക മനസ്സിൽ നിന്ന്. ഊഹ കച്ചവടത്തിനുള്ള താല്പര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ധനം നിക്ഷേപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു മാർക്കറ്റ് അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും മിത്രങ്ങളോടും ഒന്നും വലിയ അഭിപ്രായ വ്യത്യാസത്തിനൊന്നും പോവണ്ട. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അതിനെ നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ച് മാർജിൻ ചെയ്ത് അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിൽ പരാജയം വരില്ല. എന്നിരിക്കലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി ഇതിനിടയ്ക്ക് കടന്നു പോകും. കുറച്ചൊക്കെ ഇതൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയല്ലേ ലൈഫ് സക്സസ് ആവുക? അപ്പൊ ലൈഫ് സക്സസ് ആവണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മളൊരു പറമ്പ് വാങ്ങുമ്പോൾ കല്ലും ഉണ്ട് മണ്ണും ഉണ്ടെങ്കിലല്ലേ അത്, പഴമക്കാർ പറയില്ലേ നല്ലതാണ്, അല്ലെ കല്ലാണേലും കല്ലട പൊന്നട എന്ന് പറയും. അപ്പൊ ഇച്ചിരി കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ലൈഫ് സക്സസ് ആവും, അല്ലേ?
അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.